ആർഎംപി ഉജ്ജ്വലമായിട്ട് പലയിടങ്ങളിലും തിരിച്ചു വരുന്ന കാഴ്ചയാണ് നിങ്ങൾക്ക് കാണാൻ കഴിഞ്ഞത്. അത് ഇവിടെ മാത്രമല്ല, കുന്നംകുളം, മണിയൂര്, തൃശ്ശൂര്, പാലക്കാട് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ ഞങ്ങൾക്ക് മുന്നേറ്റം ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചു. ആർഎംപി, UDF, ആർഎംപിയും ഒന്നിച്ചാണ് പല സ്ഥലങ്ങളിൽ മത്സരിച്ചത്. വലിയ മുന്നേറ്റം. കുന്നംകുളം മുനിസിപ്പാലിറ്റി ഒഴിച്ച് ബാക്കി എല്ലാ സ്ഥലത്തും ഞങ്ങൾ ഒന്നിച്ചാണ് മത്സരിച്ചത്. കുന്നംകുളം മുനിസിപ്പാലിറ്റിയിൽ തനിച്ചാണ് മത്സരിച്ചത്. അവിടെയും 4 സീറ്റ് നേടാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. വലിയ മുന്നേറ്റം. കേരളത്തിലാകെ UDF തരംഗമാണ്. കാരണം തദ്ദേശ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്ന LDF-ന് മേൽക്കൈയാണ് എല്ലായ്പ്പോഴും ഉണ്ടായിരുന്നത്. പക്ഷേ പിണറായി വിജയന്റെ ഗവൺമെന്റിന്റെ ഭരണവിരുദ്ധ വികാരം ഉണ്ടാകുമെന്ന് വളരെ കൃത്യമായി ഞങ്ങൾ പറഞ്ഞതാണ്. ഭരണവിരുദ്ധ വികാരമാണ്. ആ മന്ത്രിസഭ രാജിവെക്കണം. പിണറായി വിജയൻ രാജിവെക്കുകയാണ് വേണ്ടത്. ആ തരത്തിലേക്ക് മുന്നേറ്റമാണ് ഇവിടെ സംസ്ഥാനത്താകെ UDF-നുണ്ടായത്. കോർപ്പറേഷൻ, മുനിസിപ്പാലിറ്റികളൊക്കെ വലിയ തോതിൽ മുന്നേറ്റം ഉണ്ടാക്കിയത്. പഞ്ചായത്തുകൾ അസാധാരണമാണ്. പഞ്ചായത്തുകൾ ഏത് കാലത്തും പഞ്ചായത്ത് LDF ഭരിക്കുന്ന സമയത്തും പഞ്ചായത്ത് LDF-ന് തന്നെയായിരുന്നു, ത്രിതല പഞ്ചായത്തുകൾ. പക്ഷേ ഈ പ്രാവശ്യം പഞ്ചായത്തിൽ വലിയ മുന്നേറ്റം UDF-ന് ഉണ്ടാക്കാൻ കഴിഞ്ഞു എന്നത് ശക്തമായ ഭരണവിരുദ്ധ വികാരമാണ് സംസ്ഥാനത്താകെ അലയടിച്ചുകൊണ്ടിരിക്കുന്നത്. ഉജ്ജ്വലമായ വിജയം നേടാൻ ആർഎംപിക്ക് പ്രത്യേകമായി കഴിഞ്ഞു, UDF-നും കഴിഞ്ഞു എന്നാണ്. കുന്നംകുളത്ത് ഉൾപ്പെടെ നേട്ടമുണ്ടാക്കി എന്നതാണ് KK രമ വിശദീകരിക്കുന്നത്. എന്തായാലും UDF-ന്റെ ഭാഗമായ കക്ഷികളുടെയും നേതാക്കളുടെയും ഒക്കെ പ്രതികരണങ്ങൾ വന്നുകൊണ്ടേയിരിക്കുന്നു. ചിത്രം ഏറെക്കുറെ എല്ലായിടത്തും വ്യക്തമായി കഴിഞ്ഞു. ഇനി ഒരു വ്യക്തത കൂടുതൽ ഉണ്ടാകേണ്ടത് അത് കൊല്ലത്താണ്. കൊല്ലത്ത് ഇപ്പോൾ 18-13 എന്ന നിലയിൽ കോർപ്പറേഷനിലെ ലീഡ് നില UDF 18, LDF 13 എന്ന നിലയിലും NDA 9 എന്ന നിലയിലും ഇപ്പോഴും തുടരുകയാണ്. കരുനാഗപ്പള്ളി മുനിസിപ്പാലിറ്റിയിലുമാണ് UDF നിൽക്കുന്നത്. അതിൽ പുനലൂരിൽ 2 ഇടത്ത് NDA ആണ്. പുനലൂരിൽ LDF 21, UDF 15 ആണെങ്കിൽ 2 ഇടത്ത് NDA ആണ്. ഐക്കറക്കോണത്തും അതിനോടൊപ്പം തന്നെ 10 ഏക്കറിലും ആര്യ അനീഷ് മുന്നിലാണ്. 5 വോട്ടിനാണ് പക്ഷെ